ഹാർദിക് പാണ്ഡ്യയെ സ്വന്തമാക്കാൻ കൊൽക്കത്തയും ചെന്നൈയും രംഗത്ത്. പക്ഷേ ഹർദിക്കിന് ഇഷ്ടമുള്ള ടീം ചെന്നൈ ആയാലും അവിടെ എത്തുക അത്ര എളുപ്പമല്ല. കാരണം ഹർദിക്കിനെ വിട്ടുകൊടുക്കേണ്ടത് മുംബൈ ഇന്ത്യൻസ് ആണ്. അപ്പോൾ ചോദ്യം ഒന്ന് മാത്രം: 2027 ഹർദിക് ചെന്നൈയിലോ കൊൽക്കത്തയിലോ എത്തുമോ? 2027 IPL മിനി ലേലത്തിന് മുന്നോടിയായി ഹാർദിക് പാണ്ഡ്യയെ ചുറ്റിപ്പറ്റിയുള്ള ട്രേഡ് ചർച്ചകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ചർച്ചകൾ പ്രധാനമായും ചെന്നൈ സൂപ്പർ കിങ്സിനെയും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയും ചുറ്റിപ്പറ്റിയാണ്. ഹർദിക്കിന് വ്യക്തിപരമായി ഒരു ടീം തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ MS ധോണിയുള്ള ചെന്നൈ സൂപ്പർ കിങ്സിനോടായിരിക്കും താല്പര്യം എന്നതാണ് ഇപ്പോഴത്തെ ചർച്ച. പക്ഷേ താല്പര്യം കൊണ്ട് മാത്രം ഒരു ട്രേഡ് നടക്കില്ല. ആദ്യം മുംബൈ ഇന്ത്യൻസ് സമ്മതിക്കണം. ഹർദിക് ഒരു സാധാരണ പ്ലെയർ അല്ല. ബാറ്റിംഗ്, ബോളിംഗ്, ഫീൽഡിംഗ് 3 മേഖലകളിലും ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു 3 ഡൈമെൻഷണൽ ഓൾറൗണ്ടറാണ് ഹർദിക്. അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തെ വെറുതെ വിട്ടുകൊടുക്കുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. മുംബൈക്ക് മുമ്പും ഒരു വലിയ ഓൾറൗണ്ടറിനെ നഷ്ടപ്പെട്ടതിന്റെ പ്രശ്നം അനുഭവപ്പെട്ടിട്ടുണ്ട്. പൊള്ളാർഡിന് ശേഷം ആ സ്ഥാനത്തേക്ക് ഒരു സ്ഥിരം റീപ്ലേസ്മെന്റ് കണ്ടെത്താൻ മുംബൈക്ക് ബുദ്ധിമുട്ടുമായിട്ടുണ്ട്. അതിനാൽ ഹർദിക്കിനെ വിട്ടുകൊടുത്താൽ അതേ പ്രശ്നം വീണ്ടും ഉണ്ടാകാൻ മുംബൈ ആഗ്രഹിക്കില്ല. ഇനി ചെന്നൈയുടെ കാര്യം. ഹർദിക്കിന്റെ ഡെസ്റ്റിനേഷനായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് CSK ആണ്. കാരണം വളരെ സിമ്പിളാണ്. CSKക്ക് ഒരു ക്വാളിറ്റി ഇന്ത്യൻ ഓൾറൗണ്ടർ ലഭിക്കുന്നത് ടീമിന്റെ ബാലൻസ് തന്നെ മാറ്റും. ബാറ്റിംഗ് ഓർഡറിലും ബോളിംഗ് അറ്റാക്കിലും ഒരുപോലെ ഉപയോഗിക്കാവുന്ന താരമാണ് ഹർദിക്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട്. മുംബൈക്ക് എന്താണ് കിട്ടുക? ഒരു ഫ്രാഞ്ചൈസിന് ഇത്ര പ്രധാനപ്പെട്ട പ്ലെയറിനെ വിട്ടുകൊടുക്കണമെങ്കിൽ പകരമായി അതിനൊത്ത വാല്യൂ ലഭിക്കും. അതുകൊണ്ട് തന്നെ ചെന്നൈ മുംബൈ ട്രേഡ് നടന്നാൽ ഒരു താരത്തെ മാത്രം നൽകി ഹർദിക്കിനെ സ്വന്തമാക്കാൻ CSKക്ക് സാധിക്കുമോ എന്നത് വലിയ ചോദ്യം തന്നെയാണ്. മുംബൈക്ക് ഒന്നിലധികം പ്ലെയേഴ്സ് അല്ലെങ്കിൽ വളരെ വാല്യുബിൾ കോമ്പിനേഷൻ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ KKR, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഹർദിക്കിനായി രംഗത്തുണ്ടെന്നതാണ് മറ്റൊരു പ്രധാന ചർച്ച. KKRന് ഹർദിക്കിനെ ലഭിച്ചാൽ അവരുടെ ടീമിന് എന്ത് മാറ്റമുണ്ടാകും? ഒരു മിഡിൽ ഓർഡർ പവർ ഹിറ്റർ, അതോടൊപ്പം ഒരു ജെനുവിൻ ഓൾറൗണ്ടർ, പ്രഷർ സിറ്റുവേഷൻസിൽ മത്സരം മാറ്റിമറിക്കാൻ കഴിയുന്ന പ്ലെയർ. അങ്ങനെ ഒരു താരത്തെ ടീമിൽ ഉൾപ്പെടുത്താൻ സാധിച്ചാൽ KKRന്റെ ബാലൻസ് തന്നെ മാറും. പക്ഷേ ഇവിടെ വീണ്ടും അതേ ചോദ്യം: മുംബൈ എന്ത് വാങ്ങും? അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ട്രേഡ് സ്റ്റോറിയിൽ ഹർദിക്കിന് എവിടെ പോകണം എന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് മുംബൈ എന്ത് തീരുമാനിക്കുമെന്നതാണ്. ഹർദിക്കിന് CSKയോട് താല്പര്യമുണ്ടായാലും CSK അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചാലും KKR രംഗത്തുണ്ടായാലും അവസാന തീരുമാനം മുംബൈ ഇന്ത്യൻസിന്റെ കയ്യിലായിരിക്കും. അതിനാൽ 2027 IPL ട്രേഡ് വിൻഡോവിൽ ഹർദിക് പാണ്ഡ്യയുടെ പേരിന് പിന്നിൽ നടക്കാൻ പോകുന്നത് വലിയൊരു നെഗോഷിയേഷൻ തന്നെയായിരിക്കും. ചെന്നൈയോ കൊൽക്കത്തയോ, ഹർദിക്കിന് ഏറ്റവും യോജിക്കുന്ന ടീം ഏതാണ് എന്നതിലുപരി മുംബൈക്ക് ഹർദിക്കിന് പകരം എന്ത് കിട്ടുമെന്നതായിരിക്കും ഈ ട്രേഡിന്റെ യഥാർത്ഥ ഗെയിം ചേഞ്ചർ. അപ്പോൾ നിങ്ങൾ പറയൂ, ഹർദിക് പാണ്ഡ്യ 2027 ഏത് ടീമിലായിരിക്കണം? CSK ആണോ KKR ആണോ? കമന്റ് ചെയ്യൂ. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണേ.